അപ്പൊ നമ്മള് ചോറൊക്കെ കഴിച്ചു. ഇനി നമ്മള് ഉണ്ടാതെ വാവേ ഹാപ്പി ആയിട്ട് അപ്പൊ നമ്മള് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ കേക്ക് വേൾഡിലല്ലേ പോകുന്നത്. അപ്പൊ നമ്മളെപ്പോഴും എല്ലാ പ്രാവശ്യം പോകുന്നത് പോലെ നമ്മുടെ കേക്ക് വേൾഡിലാണ് കേട്ടോ കേക്ക് മേടിക്കാൻ പോകുന്നത്. അപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് നേരിട്ട് അവിടെ ചെന്നിട്ട് വാങ്ങാനാണ് കേട്ടോ. അപ്പൊ വൈഷുവിന് എന്തോ കൊടിയുടെ കളർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കാണുമെന്ന് അറിയത്തില്ല അവിടെ. അപ്പൊ അവക്ക് ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാട്ടോ. കുഞ്ഞു കേക്ക്, അങ്ങനെ വലിയ കേക്ക് മുറിയൊന്നുമില്ല, കുഞ്ഞൊരു കേക്ക്. വാവയുണ്ട്, വൈഷു ഉണ്ട്. വൈഷു ഇവിടെ ഭയങ്കര ബഹളം കേട്ടോ, അലമ്പൊക്കെ ഉണ്ടാക്കുന്നത്. വാവ എന്റെ ബാക്കിലോട്ട് നോക്കി നിൽക്കുവാണ് അവിടെ. പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള പാട്ടാട്ടോ ഈ പാടുന്നത്. മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ഉടുപ്പിട്ടപ്പോ നല്ല ഭംഗിയുണ്ടല്ലേ, വൈഷുവിനെ കാണാനൊരു രസമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഉടുപ്പാട്ടോ. ഉടുപ്പിന്റെ കൂടെ നിക്കറായിരുന്നു, ഈ കളറിലെ നിക്കറാണ് കേട്ടോ. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടില്ലേ. പിന്നെ ഒന്ന് നോവേ വാവേ ഇപ്പൊ ഇട്ടിരിക്കുന്ന പാവാട കേട്ടോ. വൈഷു ചോറ് കഴിച്ചപ്പോഴത്തേക്ക് വൈഷു ഉടുപ്പിനകത്തൊക്കെ വെച്ച് തേച്ചു, പാവാടയിലൊക്കെ, അല്ല പാൻറ്റില്. അപ്പൊ അതുകൊണ്ട് നമ്മള് പാവാടയാക്കി. ഇത് പഴയ പാവാടയാണ്, വൈഷുവിന് കുറേ നാള് മുന്നെയാണ് വാങ്ങുന്നത്. അല്ല അതാണ് കേട്ടോ കേക്ക് വേൾഡ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ദോ ഇല്ല കാണുന്നതാണ് വേൾഡ് കേട്ടോ. എന്താ ഓറഞ്ച് കളറുള്ള ബിൽഡിങ്. ഇതിന്റെ ഓപ്പോസിറ്റ് ബാക്കിലാണ് കേട്ടോ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി വരുന്നത്. ഞാൻ അകത്തോട്ട് പോട്ടെ. അടിപൊളി ജിലേബി, ലഡു എല്ലാം പോരട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചില്ലായിരുന്നു ഒരു കേക്ക്. മലൂണോ? അത് മേടിക്കാം അവിടെ നിന്റെ. കേട്ടാ അതൊരു ശരിയേ. ഇയാടെ പേര് പറഞ്ഞപ്പോ ഇയാൾക്ക് ചിരി വരുന്ന. എന്തോ എഴുതണ്ട വൈഷു? ഹാപ്പി ബർത്ത്ഡേ. ഓ ഇപ്പോഴെങ്കിലും ആ പേരൊന്ന് കേട്ടല്ലോ വായിന്ന്. ദൈവമേ, നമ്മൾ ഈ കേക്കാട്ടെ മേടിച്ചത്. വൈറ്റ് ഫോറസ്റ്റ്. എന്തുവാ? ഞാനിതൊന്ന് എടുത്തോട്ടെ മോനെ. നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്തോ അവിടെ സന്തോഷം കണ്ട രണ്ടെണ്ണം എടുത്തെടുത്തപ്പോ. വൈഷു ഹാപ്പിയായോ? ബലൂൺ വേണേ, ബലൂൺ വേണേ. അപ്പോൾ അവിടെ കുറേ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ വെറും കുഞ്ഞൊരു കേക്ക് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കുറച്ച് മിഠായി നമ്മൾ അപ്പുറത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കവർ മിഠായി മേടിച്ചു.
പിന്നെ വൈശുവിന് മാഷ്മെല്ലോ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കഴിക്കുമോയെന്ന് അറിയത്തില്ല. മാത്രമല്ല നല്ല റേറ്റും ആയിരുന്നു കേട്ടോ, 120 സംതിങ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ല, കുറച്ചൊരു 5-6 ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിക്കാമായിരുന്നു. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. വന്നോ വന്നോ, അങ്ങോട്ട് കുടിപ്പിക്കരുത്. മതിയോ? 870. മിഠായി വേണോ? മേടിച്ചല്ല, നമ്മൾ ഇഷ്ടം പോലെ മിഠായി ഉണ്ട്. അപ്പൊ നമ്മള് കേക്കൊക്കെ വാങ്ങി വീട്ടിൽ പോവാം തരുവേ. പൊന്നേര് വെപ്രാളം കൊണ്ടിട്ടിയോ? നീ കൊടുക്ക്, മാവിക്കുള്ളത് കൊടുക്ക്, മാവിക്ക് കൊടുക്ക്. മാവിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ടോ വേളം വെച്ചത്. ഇതെന്തോ സംഭവം? കവിൻസ് മിൽക്ക് ഷേക്ക്. സന്തോഷം കണ്ടോ? ഉടുപ്പ് മേടിക്കണോ പെണ്ണിന്? ഉടുപ്പ് മേടിക്കണോ? കൊള്ളാവേ. അതെന്ത് ഫ്ലേവറാ? സ്ട്രോബെറിയോ? സ്ട്രോബെറി. ഇത് മിൽക്ക് ഷേക്കാ, വാനില മിൽക്ക് ഷേക്ക്. ഇങ്ങെടുക്ക, ഞാൻ പൊട്ടിച്ചേരാം. ഇങ്ങോട്ടോ, എൻ്റെ കൈ തരുന്ന പോലും ഇല്ല വാവ കേട്ടോ. അവക്കറിയാം ഞാൻ കുടിച്ചവനെ കൊടുക്കത്തില്ല. ഇത് വാനില മിൽക്ക് ഷേക്ക് കവിൻസ്. ഇനി ഉണ്ടുവാ എടി, ഞാൻ വെച്ചേരാടി വാവേ. കൈ ഞാനേ ഇങ്ങനെ നല്ല എണ്ണ ഉണ്ടാവും. ഞാനിങ്ങനെ അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് തെളിച്ചെല്ലാം കൂടെ വന്ന് എൻ്റെ കൈ പുള്ളിയിരുന്ന് മാറി കേട്ടോ. കുഴപ്പമില്ല, ചെറിയൊരു അരപ്പുണ്ട്. പക്ഷെ എവിടെയെങ്കിലും തട്ടുമ്പം വേദന എടുക്കും. അപ്പം മാറി. നീ വരണ്ടായിരുന്നു. ഇനി ഉണ്ടോ അടി? എനിക്ക് തരുന്നില്ല. എനിക്കൂടെ ഒരെണ്ണം മേടിക്കാൻ എന്തായിരുന്നു എപ്പോഴും പറയുന്നേ, എനിക്കും കൂടെ ഒരെണ്ണം മേടിക്കണം. ഇനി എടുക്കുവാ വെച്ചിരി. ഹൈസ്കൂൾ വിടുന്ന കാര്യതാ പറഞ്ഞേ, മോണ്ടിസോറി. നീ എടുത്തേ വാ, വെച്ചിരി താടി കുടിച്ചോ. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ. ഇച്ചിരി കുടിച്ചോളൂ, ഇച്ചിരി കുടിച്ചോളൂ വാവേ. കഷ്ടമാണ്. ഞാൻ ഇച്ചിരി കുടിച്ചാനായി കിടന്ന് കരയുന്നു. സ്നേഹമില്ലാത്ത വേണ്ടോ? ഞങ്ങളിപ്പോൾ വൈശുവിന് ഒരു കുഞ്ഞുടുപ്പും കൂടി മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മളിവിടെ അടുത്തൊരു കടയിൽ വന്നു. ഏതാ, എന്തോ സ്ഥലപ്പേരെന്തോ കേട്ടാ? ഭരണിക്കാവ് കോയിവിള. ഞാനിവിടെ വന്നിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് വരാം. ഇല്ലയോ? തൈക്കൂട്ടത്തിൽ ടെക്സ്റ്റൈൽസ് ആ കടയിലാണ് കേട്ടോ പോകുന്നത്. പോയി നോക്കിയിട്ട് വരാം എന്തെങ്കിലും ഉണ്ടോ. നല്ലതാണ്. പിന്നെ അവക്ക് കൊടുക്കാൻ പിന്നെ എടി കള്ളി മറി അവക്ക് കൊടുത്തിട്ട് അവിടെ മേടിക്കുന്നത് ബുദ്ധിമതിയാന്നല്ലോ നീ. അവള് തരത്തില്ല. വാ, മേളിലാന്നോ? അപ്പോ വാ വാവേ വാ. വൈശു ഇപ്പോൾ സാരി വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് ബഹളമായിരുന്നു കേട്ടോ. അപ്പം ഏട്ടൻ്റെ അമ്മ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു സാരി വാങ്ങിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ തുപ്പാശ്ശേരിയിൽ പോയത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് അപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഈ കടയിൽ വന്നതാണ്, ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വെച്ചിട്ട്. അപ്പം സാരിയായിട്ടല്ല, എന്നാലും ഒരു പാവാടയും ബ്ലൗസ് പോണക്ക് ചെറിയൊരു സാരി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ
അപ്പൊ നമ്മള് തുണിയൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബലൂൺ അവ വീട്ടിൽ ചെന്ന് പൊട്ടിക്കും. ഇത് അമ്മച്ചിക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. കത്രിക ഉണ്ടല്ലേ പൊട്ടിക്കാൻ പറ്റും. പിടിച്ചു. എന്ത് കിട്ടിയാലും അന്നേരെ തീർക്കണം. ബലൂണ് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് അവിടെ വീർപ്പിച്ചിടാനല്ലയോ. നമ്മള് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ചുമ്മാതെ കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ചിടും. പെട്ടെന്ന് പൊട്ടിപ്പോന്നല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ട് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പൊട്ടിപ്പോയാലോ. അതുകൊണ്ട് ചുമ്മാ അവിടെ ഇവിടെ ഒക്കെ ഇടും. മുറിച്ച് ഡെക്കറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. സോപ്പല്ല കേട്ടാ, ശോഭ. ശോഭ ശോഭ ചുമപ്പെന്നോ റോസെന്നോ ആ 2 കളറിനെ മാവ് പറയുന്ന കേട്ടോ. ശോഭ ശോഭ എന്നാ പറയുന്നത്. ചുമന്ന ഒരു മയമുള്ള എല്ലാ കളറും എന്ത് കണ്ടാലും പറയാം. അതിന്റെ പേരൊന്നും പറയാൻ അറിയത്തില്ല, കളറ് മാത്രമേ അറിയത്തുള്ളൂ. ശോഭ. അപ്പൊ അവിടെ ഒരു ലഡു ഇരുന്നു ചുമന്ന റോസ് കളറിലെ. അപ്പൊ അത് കണ്ടിട്ട് പറയാം ശോഭ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മേടിച്ചു കേട്ടോ. വാവയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയില്ല. തിന്നും എന്തോന്ന് അറിയത്തില്ല അവള്. മറ്റേ ലഡുവൊക്കെ കഴിക്കും, ഇതെന്തോന്ന് അറിയത്തില്ല. ചില ലഡുവിനൊരു ടേസ്റ്റ് വ്യത്യാസം കാണത്തില്ലേ, എന്താന്ന് അറിയാം. നീ തിന്നോടി ബർത്ത്ഡേ കാരി. അങ്ങ് ഇളകും. അങ്ങ് ബർത്ത്ഡേ കാരി നിന്ന കണക്കുണ്ടോ, കാണിക്കുന്നുണ്ടോ? നദി. പക്ഷെ ഇവിടെ പോകെ നന്നായിട്ട് ചേരുന്ന കളറ്. നമ്മള് കേക്ക് മുറിക്കുമ്പോ ഇപ്പൊ എടുത്ത ഡ്രസ്സ് ഇടാം കേട്ടോ. ഇല്ലയോ? സാരിയല്ലേ എടുക്കുന്നത്. പക്ഷെ സാരി വേണമെന്ന് കുറേ ദിവസം കൊണ്ട് ഭയങ്കര ബഹളം. സാരി മതി സാരി മതി സാരി മതി. ഇവളെന്നേ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ഇടയ്ക്കില്ലേ മോളുടെ ഒക്കെ വീഡിയോ ഇല്ലേ, അത് കണ്ടപ്പോൾ അവര് ഏതോ കല്യാണത്തിന് ഇങ്ങനെ സാരി എടുത്തോണ്ട് പോകുന്ന ഇതുണ്ട്. അപ്പൊ അതിനകത്ത് സാരി എടുത്തേക്കുന്ന അവരൊക്കെ അന്നേരം തൊട്ട് പറയാൻ തുടങ്ങിയതാട്ടോ. ബഹളം അന്നേരം തൊട്ട് തുടങ്ങി. അതിന് മുന്നേ പറയുന്നുണ്ടെങ്കിലും ബഹളമില്ലായിരുന്നു. ഇപ്പോഴാ തുടങ്ങിയത് ഈ ബഹളം. വേണം സാരി വേണം, ബർത്ത്ഡേക്ക് സാരി വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. ഞങ്ങൾ തുപ്പാശ്ശേരിയിൽ പോയപ്പോൾ കിട്ടിയില്ല, അത് കൊള്ളത്തില്ലായിരുന്നു. ഇത് വലിയ കുഴപ്പമില്ല, അങ്ങനെ മേടിച്ചു. വൈശു ഒറ്റയ്ക്ക് ആ മുറിച്ചോ. മുട്ടായി എടുത്തിട്ടില്ല, മുട്ടായും കൂടെ എടുത്തിടും. മുട്ടായി പിടിക്കാനല്ല, വെള്ളം പിടിക്കാനൊരാള്. അങ്ങോട്ട് നോക്കും, ഫോട്ടോയോട്ട് നോക്കും. കുഞ്ഞാടെ വായിച്ചു അമ്മൂമ്മയുടെ വായിച്ചു. അമ്മൂമ്മയുടെ വായിച്ചത് അമ്മൂമ്മയുടെ വായിച്ചോട്. അമ്മൂമ്മയുടെ വായിച്ചു. അമ്മൂമ്മയുടെ വായിച്ചോട്.
ഓ എല്ലാവരുടെ കൈ വായി വെക്കുമ്പോൾ നക്കല്ല തീർന്നു വലിയ അത് കൈ വെച്ചോ. ഓ നീ കേക്ക് ഉണ്ടായി വരുന്നൊന്നും വേണ്ട. അവള് പിച്ചാ തിന്നു. കേക്ക് വരെ കണ്ടിക്കുന്നില്ല. രാവിലെ ഞാനാണെങ്കിൽ തിന്നും ചെയ്യാതെ. ഞാൻ കഴിച്ചില്ല. ശരി അമ്മ അടുത്തോ അമ്മ? നീ കൊടുക്കുന്നില്ലയോ രാജേഷേ? രാജീവോടെ കൊടുക്കും. ചെല്ല് ചെല്ല്. കൊണ്ടുവന്ന അത് പറ്റിയോ? അത് കഴുകണേ മോളെ. ആ ദേവു ഓ ചേട്ടാ പറഞ്ഞേട്ടോ അതുപോലെ അതെടുത്ത് ദേവുന് കൊടുക്കും. അത് തന്നെ എത്ര കണ്ടോ? തന്നെ എത്ര കണ്ടോ? വയസ്സു പിന്നെ വെച്ച തീറ്റയാകൂ. തിന്ന് തീർന്നിട്ട് പോയാൽ മതി കഴിഞ്ഞ എന്നാ അവിടെ ഒക്കെ മതിയോ? പിന്നെ തിന്നെ മറ്റേത് വേണമെങ്കിൽ തിന്ന് വെച്ച് ഞാൻ പപ്പ പോകാന്ന്. എന്താ പറയാ, കുറെ കാലങ്ങളായിട്ട് നമ്മുടെ പേപ്പറിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ആശയമായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ കൊറോണ ടൈമിലൊക്കെ ജോലി ആരും പോകണ്ട എവിടേക്കാ പറ. അപ്പോൾ കുറച്ച് കാലം അത് പേപ്പറിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. എന്താ പറയാ, ബിഗ് സ്ക്രീനിലേക്ക് വന്ന എല്ലാ ആൾക്കാരും ഇത്ര ഏറ്റെടുത്ത് വലിയ വിജയമാകുന്നു, കേരളത്തിന് പുറത്തേക്ക് ഒരു ചർച്ചയാകും. നല്ല രസമുണ്ട് അമ്മയോട്. താങ്ക് യു സോ മച്ച് ഫോർ ജിയോ ചേട്ടൻ ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂക്ക. നമുക്ക് എനിക്ക് പ്രോജക്റ്റ് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ കാണുന്ന കാലം ഇങ്ങനെയായിരുന്നു മമ്മൂക്ക മാത്രം കാരണമാണ്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. താങ്ക് യു മാൻ. എവിടെ പോവാ? അങ്ങോട്ട് ചേച്ചി അങ്ങോട്ട് വന്നു. ചെറിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പുഴ ഈ കേക്ക് മൊത്തം അപ്പൊ ഞാൻ തിന്നോട്ടെ? എന്തായാലും വെച്ചേക്കാൻ പറ്റത്തില്ലല്ലോ, അന്നേരം പിന്നെ ഞാൻ തിന്നാം. മാമനല്ലായിരുന്നു ഒരു 5-6 പട്ടി ഇവിടെ കിടക്കുന്നു. കുഞ്ഞു പട്ടി ഇച്ചിരി വരുന്നു. ഞാൻ വെച്ച് ഓടി വരുമായിരിക്കും ഒന്ന് അപ്പുറത്തെ വീട്ടിൽ. കേക്കിൽ കേക്ക് കൊടുക്കാൻ വെക്കാം. ഇങ്ങനെ വല്ലപ്പോഴും കേക്ക് എന്നവർക്ക് കൊതി വരട്ടെ. പക്ഷെ നമ്മൾ മറ്റേത് മേടിക്കുന്നതിനെക്കാട്ടി നല്ല കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാ കേക്ക് ഒന്ന് കൊണ്ട് മറ്റേത് നല്ല ഗുളുകുളാന്ന്. ചോറുണ്ടോ? മറ്റേ ഗുളുകുളാന്നങ്ങ് ആവത്തില്ലയോ?
അങ്ങനെ അടുത്ത് പിടിച്ചു വെള്ളം ഒഴിച്ചിട്ട് നേരം വെച്ചേക്കണം എന്നിട്ട് തണുപ്പ് മാറുമ്പോ ഒന്ന് ചൂടാക്കി തണുപ്പ് മാറിയിട്ടുണ്ടാ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വലിയ ഫങ്ഷനൊന്നുമില്ലായിരുന്നു. കുഞ്ഞൊരു കേക്ക് മുറി അത്രേ ഉള്ളൂ. പിന്നെ അച്ഛൻ പോയി. അച്ഛൻ വന്നു. ഞാൻ വരത്തില്ല എന്ന് വിചാരിച്ചിരുന്നേ കേട്ടോ. പക്ഷെ അച്ഛൻ വന്നു. അച്ഛനിപ്പോൾ പോയി. അച്ഛന് വീട്ടിൽ പോയി കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത് കേട്ടോ. പിന്നെ അമ്മയുണ്ട്. അമ്മ ഇന്നിവിടെ നിൽക്കും. അമ്മ നാളെ പോകത്തുള്ളൂ. പിന്നെ അമ്മയും അനിയനും പോയി. അവരുടെ കൂടെ വൈഷുവും മാവയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. മഴ നല്ല മഴയുണ്ട് ഇവിടെ, ഭയങ്കര മഴ. മഴ നനയോന്ന് അറിയത്തില്ല. എന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തോ ആവുമെന്നറിയാൻ വയ്യ. പോയി രണ്ടാളും പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ. ടാറ്റാ അമ്മ ടാറ്റ പറയാമ്മ. ഇന്നും വാവയും വൈശുവൊക്കെ അല്ലേ ടാറ്റ പറയുന്നത്. ഇന്ന് അമ്മയാണ് കേട്ടോ എൻ്റെ കൂടെ ടാറ്റ പറയാൻ.